ഞങ്ങൾ ഇവിടെ അടുത്ത പറമ്പിൽ വിറക് പറക്കാൻ പോവാ കേട്ടോ. ഞാനുണ്ട്, കുഞ്ഞോനും ഉണ്ട്, കണ്ണപ്പനും ഉണ്ട്. ഇതാ ഈ കനാൽ കണ്ടോ, ഈ കനാലിൽ മഴ വരുമ്പോൾ നല്ല വെള്ളമൊക്കെ ഒഴുകി വരും കേട്ടോ. പിന്നെ വേനയ്ക്ക് ഇതിലാണ് വെള്ളം വരുന്നത്. പറമ്പിലേക്കൊക്കെ ആൾക്കാർ തിരിച്ചിട്ടേക്കണേ. അപ്പം അപ്പുറത്തെ പറമ്പിലേക്ക് പോകണമെങ്കിൽ ഇതാ ഇതുപോലെ 2 തടിപ്പാലം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ചവിട്ടിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. ഇതാ ഇത് കണ്ടോ, അതേ ചുറ്റും പുറം നിറച്ച് കാടാണ്. അപ്പം അതിൽ വേണം കേട്ടോ നമുക്ക് പോകാൻ. വല്ല അട്ടയും പാമ്പും കൂടെയൊക്കെ ഉണ്ടോയെന്നും കൂടെ നമുക്ക് അറിയത്തില്ലേ, അതുമാതിരിയുള്ള കാടാട്ടോ. അപ്പം ആദ്യം ഞങ്ങൾ കുറച്ച് വിറക് വെട്ടി എടുത്തുകൊണ്ടുപോയി വെച്ചായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് വിറക് വേറെ ഒരെണ്ണം അവിടെ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാനായിട്ടാട്ടോ ഞങ്ങൾ 2-3 പേരും കൂടെ പോണത്. ആദ്യക്കുട്ടൻ കുഞ്ഞേച്ചിയുടെ കൂടെ അവിടെ നിന്ന് TV കാണുവാണേ. ചേച്ചിയുടെ കൂടെ അവിടെ ഇരുന്ന് TV കാണും കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഞാൻ 2 പേരാട്ടോ. കുഞ്ഞോനാണേ. ഇതാ ഇത് കണ്ടോ, ഈ പറമ്പിലുള്ള കേട്ടോ നാരകം. ഇതാ ഇത് കണ്ടോ, ഇത് ചെറിയ നാരങ്ങയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ചെറുനാരങ്ങയാണേ. ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. കൂമ്പൽ അതുപോലെ തന്നെ വലിയ ഇലകളൊക്കെ ഉള്ളേ, ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതേ നിറച്ച് ഭയങ്കര കാടാണ്. രാത്രിയാകുമ്പോൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നിന്ന് കുറുക്കനൊക്കെ കൂട്ടോ. കുറുക്കനൊക്കെ കൂവും. പേടിയാവും. നമ്മുടെ അടുത്തേക്ക് വരുന്നതാണോ നിങ്ങൾ നമ്മൾ ഓർത്ത് പോകും. അതുമാതിരി ഒരു 5-6 മണിയാകുമ്പോഴത്തേക്കും കുറുക്കൻ അങ്ങോട്ട് കൂവൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന്മാർ നിർത്തൂല. ഇതേ ഈ ഒരു കാറ്റത്തെങ്ങാണ്ട് ഒടിഞ്ഞടിയെന്നാന്ന് തോന്നണം. എന്നാന്നറിയില്ല, കുറേ എങ്ങാണ്ടായി ഇതിവിടെ കിടക്കണു. അപ്പം ഞങ്ങളപ്പോൾ അതിൻ്റെ കുറച്ച് കമ്പ് ഞങ്ങളിത് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, വലിയൊരു കൊമ്പാണേ. അപ്പോൾ ആ ഒരു കൊമ്പ് മൊത്തമിൻ്റെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ അതാ അങ്ങേ അറ്റത്തും കിടപ്പുണ്ട്. അങ്ങേ അറ്റത്തും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങേ അറ്റത്തും കുറച്ച് കമ്പുകൾ കിടപ്പുണ്ട്. അപ്പോൾ അതും എടുത്തുകൊണ്ട് വരണം. അപ്പം ഇതും നമുക്കൊന്ന് വെട്ടിക്കൂട്ടിയൊക്കെ എടുത്തുകൊണ്ട് വെക്കണം കേട്ടോ. അപ്പം വിറകൊക്കെ വെട്ടട്ടെ കേട്ടോ.